ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ അത് വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ അത്തരം ആക്ഷേപങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്, പ്രത്യേകിച്ചും ഈ ഹോട്ടലുകളിലൊക്കെ. എന്നാൽ എറണാകുളത്ത് ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ വിറ്റഴിച്ചതിന് കഴിഞ്ഞ 4 മാസത്തിനിടെ രജിസ്റ്റർ ചെയ്തത് 45 കേസുകളാണ്. 286 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഹോട്ടലുകളും ബേക്കറികളും പലചരക്ക് കടകളും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. പൈസ കൊടുത്ത ഭക്ഷണശാലകളിൽ കഴിക്കാനെത്തുന്ന ആളുകളുടെ അവകാശമാണ് നല്ല ഭക്ഷണമെന്നത്. അത് നൽകാനുള്ള ഉത്തരവാദിത്തം ഭക്ഷണശാല ഉടമകൾക്കുമുണ്ട്. അത് കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ? പ്രത്യേകിച്ച് കൊച്ചിയിൽ. ഇന്നലെ നെട്ടൂരിലെ ഒരു ബേക്കറിയിൽ നിന്ന് വാങ്ങിയ ബർഗറിൽ കണ്ടെത്തിയത് ജീവനുള്ള പുഴു. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ട്രെയിനുകളിലേക്ക് ഭക്ഷണം പാകം ചെയ്ത് നൽകുന്ന കാറ്ററിംഗ് സെന്റർ നാട്ടുകാർ പൂട്ടിച്ചത് കൊച്ചി നഗരത്തിലാണ്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചു എന്നതാണ് കാരണം. കൊച്ചി നഗരസഭ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന മൊബൈൽ ഫുഡ് ലാബ് ടെസ്റ്റിംഗ് യൂണിറ്റ് പരിശോധനയ്ക്ക് ഇതുവരെ നിരത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. 2 വർഷം മുമ്പ് കൊച്ചി നഗരത്തിന് വേണ്ടി, കൊച്ചി നഗരസഭയ്ക്ക് വേണ്ടി ICICI ബാങ്ക് 40 ലക്ഷം രൂപ മുടക്കി CSR ഫണ്ടിൽ വാങ്ങിക്കൊടുത്ത വാഹനമാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്കറിയാം, ഈ വാഹനം കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് നിശ്ചലമായി കിടക്കുകയാണ്. ഇവിടെ നഗരത്തിൽ നമുക്ക് രാത്രി കാലങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ ആളുകൾക്ക് ഇപ്പോൾ പേടി സ്വപ്നമായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും രാത്രി കാലങ്ങളിൽ വരുന്ന മാംസങ്ങളാണ് പല സ്ഥലത്തും ചീഞ്ഞ മാംസങ്ങളാണ്, അളിഞ്ഞ മാംസങ്ങളാണ് പല സ്ഥലത്തും വിതരണം ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ അതിൻ്റെ ലാബിൻ്റെ സൗകര്യം ഏർപ്പെടുത്തി ഇത്തരം മത്സ്യങ്ങളും മാംസങ്ങളും വിൽക്കുന്ന കടകളും ഹോട്ടലുകളും കണ്ടെത്തി അവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആവശ്യം. വൃത്തിഹീനമായ സാഹചര്യവും പഴകിയ ഭക്ഷണവും നൽകിയ എറണാകുളത്തെ നഗര ഗ്രാമ മേഖലകളിലുള്ള 286 കടകൾക്കാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ മാർച്ച് 1 മുതൽ ജൂൺ വരെയുള്ള കണക്കാണിത്. 10 ലക്ഷം രൂപയോളം പിഴയും ഈടാക്കിയിട്ടുണ്ട്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പാകം ചെയ്യുന്ന ഭക്ഷണം അത് ആളുകളുടെ ജീവൻ പോലും കവർന്നേക്കാം. അതുകൊണ്ട് തന്നെ കൃത്യമായ പരിശോധനകൾ എല്ലാ ആഴ്ചകളിലും നടത്താൻ അധികൃതർ തയ്യാറാകണം. അതല്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും കൃത്യമായ പരിശോധന അത് അധികൃതരുടെ ഭാഗത്തുണ്ടാകണം. അതോടൊപ്പം തന്നെ ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ കൃത്യമായ പരാതി നൽകാൻ ഉപയോക്താക്കൾ അല്ലെങ്കിൽ ഗുണഭോക്താക്കൾ തയ്യാറാവുകയും വേണം. അത് സുപ്രധാനമാണ്. എന്തായാലും ചില പ്രതികരണങ്ങൾ നമുക്ക് കേൾക്കും. കോർപ്പറേഷൻ്റെ ഫുഡിൻ്റെ ഇതിൽ പ്രത്യേക വിങ്ങൊക്കെയുള്ളതല്ലേ, അവരതിനകത്ത് കാണിക്കുന്ന വീഴ്ച കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് വിശ്വസിച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ടൊന്നും പോയിട്ട് ഹോട്ടലിൽ നിന്ന് ഫുഡൊന്നും കൊടുക്കാനേ പറ്റില്ല. ഇപ്പം ഫുഡിൽ കളർ ഇടണതാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് പിള്ളേർക്കൊന്നും എന്തായാലും വിശ്വസിച്ച് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല ഫുഡ്. അപ്പം അതിന് എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഫുഡ് സേഫ്റ്റിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു ഇത് വേണം. എന്തായാലും ഇവിടുത്തെ സേഫ്റ്റി ഫുഡ് വിഭാഗങ്ങളല്ലേ, അവരാണ് അതിന് കറക്റ്റായിട്ട് നടപടി എടുക്കേണ്ടത്. നമ്മുടെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഹോട്ടലുകളിൽ പരിശോധന കർശനാക്കിയാൽ മതി. മോശമാണ്. അപ്പം എല്ലായിടത്തും ഫുഡ് സെക്യൂരിറ്റിക്കാർ ചെന്ന് സെറ്റ് ചെയ്താൽ മാറാവുന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അവർ ചെക്ക് ചെയ്യാത്തതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ സംഭവിക്കണം. അങ്ങനെ എങ്ങനെ ഉണ്ടായിട്ടില്ല ഇതുവരെ. എനിക്ക് ഉണ്ടായാൽ അതിനെതിരെ അപ്പോൾ പ്രതികരിക്കും. ഏറ്റവും ഒടുവിൽ പറഞ്ഞു തന്നെയാണ് ആ ചേച്ചി പറഞ്ഞതുപോലെ, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ, അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ വെറുതെ നിൽക്കരുത്, കൃത്യമായി തന്നെ പരാതി നൽകണം. എങ്കിൽ മാത്രമേ കൂടുതൽ കേസുകൾ വരുള്ളൂ. അങ്ങനെയാണ് അതിൽ ഇടപെടാൻ കഴിയുക അധികൃതർക്ക്. മാത്രമല്ല, സ്വാഭാവികമായിട്ടും ഓരോ ആഴ്ചയിലെ ദിവസങ്ങൾ നടത്തേണ്ട പരിശോധനകൾ അതിൽ ഒരു വീഴ്ചയും വരുത്താതെ അധികൃതർ കൃത്യമായി പരിശോധനകളുമായി മുന്നോട്ട് പോവുകയും വേണം.